പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസ്. ദൈവം തന്നെ ശക്തമായി ഇന്ന് രാത്രിയിൽ ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഇന്നത്തെ ക്ലാസ്സും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹപ്പെടുന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ദൈവത്തിന്റെ വചനം പഠിപ്പാൻ തക്കണം നിരമായി ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടി അവിടേക്ക് നല്ല സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രത്തെ പറ്റി പഠിപ്പാൻ കർത്താവിന്റെ ദാസൻ ജോർജ് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങൾ കേട്ടതും കഴിഞ്ഞ ആഴ്ച പഠിച്ചതുമായ യേശു പരീക്ഷിക്കപ്പെട്ടതിന്റെ കാരണങ്ങളെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പാൻ തവണ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ഒന്നാം പരീക്ഷയും രണ്ടാം പരീക്ഷ വിഷയങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവ് ഈ കേൾക്കുന്ന വിഷയങ്ങളിൽ പിന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തമാക്കി കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ സഹായിക്കണമേ. ഒരു പ്രാവശ്യം കൂടി ഇതുപോൽക്കാർ ഇതിൽ ലീഡിക്കുന്ന കർത്താവ് ദാസ്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഷാജി പാസിനെയും കർത്താവ് ലാലു പാസിനെയും ജോപാസ് ജോർജ് പാസിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കായി സ്തോത്രം. ഇന്ന് പോൽക്കാലത്തെ ക്ലാസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് വിഷയം പങ്കെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന സമയം കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നയിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് ക്ലാസ് എടുക്കും. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. വചന പഠനത്തിനായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും ഇതിനായിട്ട് വേദി ഒരുക്കിയതായ പാസ്റ്റർ ലാലു ജേക്കബ് പാസ്റ്ററിനും അതുപോലെ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ മുതലായ ഭാരവാഹിത്വം വഹിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ വേദപുസ്തക വ്യാഖ്യാനത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഉള്ള ഭാഗം പഴയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ പോകുന്നുണ്ട്. യേശുവിൻ്റെ പരീക്ഷയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർന്ന് ചില ആളുകൾ എൻ്റെ അടുക്കൽ ചില സംശയങ്ങൾ ചോദിക്കുന്ന കാരണമുണ്ടായി. എനിക്ക് സംശയങ്ങൾ കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്. എല്ലാം കേട്ട് മനസ്സിലായെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ആരെങ്കിലും ഇന്നത് മനസ്സിലായില്ല എന്ന് കേൾക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിൻ്റെ അർത്ഥം വിസ്തരിച്ച് തരാം. എന്നാൽ ഒരുപാട് സമയം അതിനകത്ത് ഡ്വെൽ ചെയ്യുന്നില്ല, മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ഇന്നത്തെ ക്ലാസ് കൂടാതെ 3 ക്ലാസ്സുകളോട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എനിക്ക് ഒടുവിലായിട്ട് ഞാനൊരു നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനമായിരുന്നു. ഇനിയും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ഒരു ഫീഡ്ബാക്ക് വേണം. അത് ഞാൻ പിന്നീട് അയച്ചു തരുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ 3 സുവിശേഷങ്ങളിൽ മാത്രമേ യേശുവിൻ്റെ പരീക്ഷയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പം മത്തായി 4:1 മുതൽ 11 വരെ, മർക്കോസ് 1:12 മുതൽ 13 വരെ, ലൂക്കോസ് 4:1 മുതൽ 13 വരെ. ഈ മത്തായിലും ലൂക്കോസിലും ഉൾക്കൊള്ളാത്ത ചില സവിശേഷതകൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ മർക്കോസ് ഇതിൻ്റെ വിസ്തരിച്ചുള്ളതായ പരീക്ഷകൾ എന്താണ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ല. മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും നാം വായിക്കുന്ന വേളയിൽ ഇതിൻ്റെ ക്രമം അല്പം ഒന്നാമത്തേത് ശരിയാണ്, 2ഉം 3ഉം ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ടുള്ളത് ചില ആളുകൾക്ക് അത് വലിയ പ്രയാസമുള്ള വിഷയമാണ്. എനിക്ക് സംബന്ധിച്ചുള്ളത് ഒരു പ്രയാസമുള്ള വിഷയമല്ല. കാരണം മത്തായി
എഴുതിയത് 1, 2, 3 എഴുതിയതും ലൂക്കോസ് എഴുതിയതിൻ്റെയും ആ ക്രമം തെറ്റിയെന്നുള്ളതല്ലാതെ പരീക്ഷയുടെ ക്രമമൊന്നും തെറ്റിയിട്ടില്ല. അപ്പം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം. മത്തായി എഴുതിയത് ഒന്നാമത്തേത് എഴുതിയത്, രണ്ടാമത്തെ എഴുതിയത്, മൂന്നാമത്തെ എഴുതിയത്, ആ ഒരു ഓർഡറുണ്ട്. ലൂക്കോസ് ഒന്നാമത് എഴുതിയത് മൂന്നാമത്തേത് രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നുള്ളതല്ലാതെ ആ പരീക്ഷകൾക്ക് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പരീക്ഷയിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ, അഗ്രം എന്ന് പറയുന്നത് അതിൻ്റെ പിനക്കൾ, 2 ദിനവൃത്താന്തം 3:4 കാണുന്നത് അത് ഏകദേശം ഈ 120 മുഴം എന്നാണ്. അതായത് 120 മുഴം എന്ന് പറഞ്ഞാൽ 180 അടി അല്ലെങ്കിൽ 54.86 മീറ്റർ അപ്രോക്സിമേറ്റ്ലി, ഏകദേശം. അതിന് മുകളിൽ നിർത്തി അവനോട്, ഓക്കെ, അത് കിദ്രോൻ താഴ്വരയിൽ നിന്ന് ഏകദേശം 500 അടി, അതിൻ്റെ താഴ്വരയുടെ അടിയിൽ നിന്ന് ഉള്ളതായ 142 മീറ്റർ ഉയരം കാണും. നീ ദൈവത്തിനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ വഹിച്ചു താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് സാധാരണ ആ സങ്കീർത്തനത്തെക്കുറിച്ച് ശരിയായ നിലയിൽ അറിയാൻ വയ്യാത്ത ആൾക്കാർ തോന്നും, അവന് ഉള്ളത് വചനത്തിൽ നിന്നെങ്കിലും ആണല്ലോ കോട്ട് ചെയ്തതെന്ന്. വചനത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്ന വേളയിൽ അത് ശരിയായിട്ട് കോട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് തെറ്റായിട്ട് മാറും. ഓക്കെ. സന്ദർഭം വിട്ട് ഉദ്ധരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റായിട്ട് മാറും. ഇപ്പം ഒരു പാലിനകത്ത് അല്പം വിഷം ചേർത്ത് കഴിഞ്ഞാൽ പാൽ ആയിട്ടിരിക്കുമോ? അത് വിഷം ചേർന്ന പാലാണ് എന്ന് പറഞ്ഞ പോലെ ദൈവവചനത്തിൻ്റെ പരിശുദ്ധിക്ക് അതിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റ് ചേർത്ത് അല്ലെങ്കിൽ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത് തെറ്റാണ്. ഓക്കെ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നതും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഇത് പറയുന്ന വേളയിൽ പറഞ്ഞിരിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ്, പഴയ നിയമത്തിൽ വരുന്ന വേളയിൽ യഹോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവർത്തനം 6:16 ആണ് ഉദ്ധരിക്കുന്നത്, നിങ്ങൾ മസ്സായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. അപ്പം ഇവിടെ സംസാരിക്കുന്ന വ്യക്തി, പിശാചിനോട് സംസാരിക്കുന്ന വ്യക്തി ആരാണെന്നാണ് യേശു പറയുന്നത്? താന് യഹോവയായ ദൈവം തന്നെ ആള് ആയിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സാത്താൻ ഇത് എപ്രകാരം എന്തുമാത്രം അറിയാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവന് ഒരു ബോധവൽക്കരണം കൊടുക്കുകയാണ് കർത്താവ്. യേശുവിൻ്റെ മറുപടിയിൽ നിന്നും താൻ തന്നെയാണ് യഹോവയായ ദൈവം ഉള്ളത് പിശാചിന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യേശുവിൻ്റെ മറുപടിക്ക് ചില പ്രത്യേക ഉദ്ദേശമുണ്ട്. സാത്താൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം വളച്ചൊടിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിശാചിൻ്റെ ഉദ്ധരണി അപൂർണമാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ല. നിന്റെ എല്ലാ വഴികളിലും, ഇത് 91 സംഘത്തിന് 11-12 വാക്യങ്ങളാണ്. നിന്റെ എല്ലാ വഴികളിലും എന്നുള്ളതായ ഭാഗം അവനെടുത്ത് മാറ്റി. നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഓക്കെ. 91-11 വാക്കുകൾ, 91-11 ഈ 91 സങ്കീർത്തനത്തിൻ്റെ 11-12 വാക്യങ്ങൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ വാക്യം മുതൽ ആ സങ്കീർത്തന അവസാനം വരെയും ഉള്ളതായ ഭാഗം, അതിൻ്റെ ക്വാളിഫൈ ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വാക്യത്തെ ഫുൾഫിൽ ചെയ്യുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. 91 സങ്കീർത്തനം നമ്മൾ വായിച്ച് നമ്മൾ അവകാശമാക്കുന്ന വേളയിൽ നമ്മൾ ചിന്തിക്കണം, ഒന്നാമത്തെ വാക്യത്തിൽ അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ പാലിക്കാത്ത വ്യക്തികൾക്ക് 11 മുതൽ രണ്ടാമത്തെ വാക്യം മുതൽ ഒടുവിൽ വരെയുള്ളതായ ഭാഗങ്ങൾ ക്ലെയിം ചെയ്യാനൊക്കത്തില്ല. മശിഹായെക്കുറിച്ച് മാത്രം പ്രതിപാദിച്ചിരിക്കുന്ന വാക്യങ്ങൾ നമ്മെക്കുറിച്ചുള്ളതാണെന്ന് അനുമാനിച്ച് ഉദ്ധരിക്കുന്നത് തെറ്റാണ്. ഓക്കെ. അത് ഇതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഉദാഹരണം, സങ്കീർത്തനം 2:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. രണ്ടാം സങ്കീർത്തനം 7 മുതൽ 9 വരെ.
ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത് നീ ഒരാൾ വായിച്ചാട്ട് എക്കോ ആകുന്ന ഞാനൊരു കാരണം നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി മതി. ഇത് മശിഹായുടെ സങ്കീർത്തനമാണ്. മശിഹായിക സങ്കീർത്തനം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനോടുകൂടെ പറയുകയാണ്, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, രാജ്യങ്ങളെ നിനക്ക് അവകാശമായി തരുമെന്ന്. പലപ്പോഴും ആളുകൾ നല്ല ഉദ്ദേശത്തിലാണ് പറയുന്നത്, എങ്കിലും ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ നിനക്ക് അവകാശമായി. അത് നമുക്കുള്ള വാക്യമല്ല, നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള വാക്യമല്ല. മശിഹായോട് പറയുന്നൊരു വാക്യം അവിടെ രണ്ടാം സംഘത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതുപോലെയാണ് നമുക്ക് കർത്താവിനോട് പറഞ്ഞിരിക്കുന്നതായ സംഗതികൾ നമ്മുടേതാണെന്ന് പറയുന്നത്. നമ്മളോട് പറയുന്നതായ കാര്യങ്ങൾ അത് കർത്താവിനെ കുറിച്ചുള്ളതാണെന്ന് രണ്ടും തെറ്റാണ്. ഓക്കെ, പിശാചിന്റെ ഉദ്ധരണി എന്ന് പറയുന്നത് അതിന്റെ കണ്ടീഷൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും, നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്ലേഷൻ ആണ് ഇത് പറയുന്നത്. അതിന്റെ ബ്രാക്കറ്റിലുള്ള ഭാഗം മാത്രം ഞാൻ ആഡ് ചെയ്ത് അതിന്റെ അർത്ഥം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന് നെടുങ്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് ഇപ്രകാരം പറയും. അതാണ് യഹോവയെ കുറിച്ച് എന്ന് പറഞ്ഞ ആളുകൾ ഈ സങ്കീർണ ഭാഗം വായിക്കുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല ആളുകൾ, എല്ലാവരും ചെയ്യുന്നതല്ല പറഞ്ഞിരിക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന് നെടുങ്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, രണ്ടാമത്തെ വാക്യം യഹോവയെ കുറിച്ച് അവന്റെ, അങ്ങനെയല്ല വായിക്കേണ്ടത്. ആ വാക്യം അത് എഴുതിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന് നെടുങ്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവിടെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം 2 കുത്ത്, അതായത് കോളൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളതായ ഭാഗം ഒന്നാമത്തെ വാക്യത്തെ ആശ്രയിച്ചുള്ളതായ സംഗതിയാണ്. ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ നോക്കാം. ഹി ഹു ഡ്വെൽസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദി മോസ്റ്റ് ഹൈ ഷാൽ അബൈഡ് അണ്ടർ ദി ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി. അതൊരു മുഴുവൻ സെന്റൻസ് ആണ്. I will say of the Lord, He is my refuge and my fortress, my God, in Him will I trust. ഇതിനകത്ത് ഞാൻ ബ്ലൂവിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ എല്യോൺ എന്നുള്ള എബ്രായ വാക്കാണ്, അത്യുന്നതനായ ദൈവം. അങ്ങനെ അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്ന് പറയുന്നത്, സർവശക്തൻ എന്ന് പറയുന്നത് എൽ ഷഡായ്, നെടുങ്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവ എന്നുള്ളത് യഹോവ. അപ്പം ദൈവത്തിന്റെ 3 പേരുകൾ അവിടെ പറയുന്നുണ്ട്. അത്യുന്നതൻ അഥവാ എൽ എലിയോൺ, സർവശക്തൻ അഥവാ എൽ ഷഡായ്, പിന്നീട് യഹോവ അല്ലെങ്കിൽ ഐ ആം ഹു ഐ ആം ദാറ്റ് ഐ ആം എന്ന് കിങ് ജെയിംസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഐ ആം ഹു ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് സ്വയംഭൂവായ ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അവൻ അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് യഹോവയെ കുറിച്ച് ഇപ്രകാരം പറയാനായിട്ട് സാധിക്കും, ഹി ഈസ് മൈ റെഫ്യൂജ്. നമ്മൾ ആദ്യത്തെ ഭാഗം അത് മനസ്സിലാക്കാതെ പിന്നീടത് ഇപ്രകാരമായിരിക്കണം. ഇംഗ്ലീഷ് എന്നുള്ളതായ ഭാഷാന്തരം ഞാൻ ഇപ്രകാരമാണ്: അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ കീഴിൽ പാർക്കും. ഞാൻ യഹോവയെ കുറിച്ച് പറയുന്നത്, വാസ്തവത്തിൽ ഒറിജിനലിൽ നിന്നുള്ളതായ ആക്ഷരികമായിട്ടുള്ള പരിഭാഷ ഇതാണ്: ഞാൻ യഹോവയെ കുറിച്ച് പറയുന്നത്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാകുന്നു. അപ്പം പിശാചിന് ഇതൊന്നും ബാധകമല്ല. എങ്ങനെയുള്ള വ്യാഖ്യാനം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ബാധകമല്ല. അവനെ എങ്ങനെങ്കിലും ആരെങ്കിലും തെറ്റിക്കാൻ വേണ്ടി ദൈവത്തിന്റെ വചനം എടുത്ത് മാട്ടി കോട്ടി ഉദ്ധരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് തെറ്റാണ്. ഓക്കെ, പിശാചിന്റെ ഉദ്ധരണി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളതായ, വീണ്ടും ഞാൻ ഇത് സ്ലൈഡ് കാണിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ 91-ന്റെ 11-12 വാഗ്ദത്തം പാലിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ്, അല്ലാതെ മശിഹായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് വന്ന മശിഹായെ കുറിച്ച് പറയുന്ന വാക്യേ അല്ല. അതാണ് പിശാചിന്റെ വലിയൊരു ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ. യേശു അവിടെ തെളിയിക്കാനൊന്നും പോകുന്നില്ല. യേശു വചനത്തിൽ നിന്ന് ഉള്ള പ്രിസൈസായിട്ട് കൃത്യമായിട്ട്
ഉദ്ധരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യേശു പറയുന്നതായ വസ്തുത എന്താണെന്ന്. യേശു സാത്താനോട് പറഞ്ഞത് അവൻ പരീക്ഷിക്കാൻ വന്ന വ്യക്തി ദൈവമായ യഹോവ തന്നെയാണ് എന്ന് അവന് ബോധവൽക്കരണം ചെയ്യുകയാണ്. അപ്പോൾ അവന് യഥാർത്ഥത്തിൽ ബോധം ഉണ്ടാകണം, നീ ആരോടാണ് സംസാരിക്കുന്നത് നിനക്കറിയത്തില്ല എന്നുള്ളതോടെയാണ് ആ വാക്യം ഉദ്ധരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ്. നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാതെ ദൈവത്തെ കൊണ്ട് അത്ഭുതം ചെയ്യണം എന്ന് പറയുന്നത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രീ റെക്വസിറ്റ്സ് അഥവാ മുൻ കരുതൽ, മുൻ വ്യവസ്ഥകൾ പാലിക്കാതെ ദൈവത്തിൻ്റെ ഇടയിൽ കർത്താവേ നീ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം തൻ്റെ വ്യവസ്ഥ വിട്ട് പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് പറയുകയാണ്. അത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ദൈവത്തോട് കള്ളം പറയാനായിട്ട് ഉള്ളത്, അതായത് ദൈവത്തിൻ്റെ വചനം കൂട്ടി മാറ്റി കള്ളമായിട്ട് പ്രവർത്തിക്കണമെന്ന് പറയുന്നത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. നാം നമ്മുടെ ശരീരത്തെ വേണ്ടതുപോലെ സംരക്ഷിക്കാതെ രോഗം വരുത്തി വെച്ചിട്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പ്രാർത്ഥിക്കുക, അത് ഒരു പരിധി വരെ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. അപ്പം തിരുവചനത്തിലെ വാക്യങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സിദ്ധാന്തങ്ങൾക്കും അവയെ തെളിയിക്കുവാൻ സന്ദർഭം വിട്ടും ഭാഗികമായി ഉദ്ധരിച്ചാൽ അത് തികച്ചും വ്യാജമായിരിക്കും. ഓക്കെ, സദൃശവാക്യങ്ങൾ 30:6 അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, ആഡ് ചെയ്യരുത്, അവൻ നിന്നെ വിസ്തരിച്ച് കള്ളനാകുവാൻ ഇടവരുത്. ഓക്കെ, ഈ 3 വാക്യങ്ങൾ കൂടെ അഡീഷണൽ ആയിട്ട് ഒരാൾക്ക് വായിക്കാം, 3 പേർക്ക് വായിക്കാം. ആവർത്തനം 4:2 ആദ്യമായിട്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തോട് കൂട്ടാനും പാടില്ല, അത് കുറയ്ക്കുവാനും പാടില്ല. കാരണം ദൈവം സർവസമ്പൂർണനായ ദൈവമാണ്. അവന്റെ വ്യവസ്ഥകളും അവന്റെ വചനങ്ങളും സർവസമ്പൂർണമായത് തന്നെ. അതിനോട് കൂട്ടാനോ കുറയ്ക്കുവാനോ മനുഷ്യരായ നമ്മൾക്ക് യാതൊരു അധികാരമില്ല. അതിന്റെ ആവർത്തന പുസ്തകം 12:32 വായിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. എന്ത് വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അത് 13:1 13:1 ഈ ബൈബിളില് വാക്യ വ്യത്യാസമാണെന്ന് അറിയില്ല. എന്റെ ആവർത്തനം 13:1 ഈ വാക്യം ഞാൻ വായിച്ചേക്കണേ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും 13:1. ഓ, താങ്ക് യു. അപ്പം ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അതിലേക്ക് പോകണ്ട. ഇനി വെളിപ്പാട് പുസ്തകം 22:18-19 വാക്യങ്ങൾ വായിക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് യോഹന്നാൻ അപ്പോസ്തലനുണ്ടായ വെളിപ്പാട് ഇതിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ തന്നെയും ഇത് എനിക്ക് തോന്നുന്നു മോശെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതായ പ്രമാണങ്ങളും പിന്നീട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശലോമോൻ കൂടെ സദൃശവാക്യം 30:6 എഴുതിയതും ഇതെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, യേശുവിന്റെ പരീക്ഷയെക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും പറഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായ 1-2 ഫാക്ടേഴ്സ് പറഞ്ഞ് അങ്ങ് പോകുന്നേ ഉള്ളൂ. മർക്കോസ് 1:12-13 അനന്തരം ആത്മാവ് മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി ദ സ്പിരിറ്റ് ഡ്രോവ്. ആ ഡ്രോവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിർബന്ധിച്ചു അല്ലെങ്കിൽ കമ്പൽ ചെയ്തു. ഡ്രോവ് ഹിം ഇൻ ടു ദി വിൽഡർനെസ് എന്ന് പറഞ്ഞാൽ കർത്താവിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് മൽപ്പിടുത്തം നടത്തുന്ന അർത്ഥമാകുന്നൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് തൻ്റെ ശുശ്രൂഷയ്ക്ക് ചില കാര്യങ്ങൾ ആവശ്യമാണ്. അത് ഒന്ന് പരീക്ഷ ആവശ്യമാണ്. 13-ാമത്തെ വാക്യം, അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ മൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ഈ മൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്നുള്ളതിൻ്റെ ആ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ ലൂക്കോസ് സുവിശേഷത്തിൽ കാണുന്നില്ല.
ഇവിടെ കാണുന്ന ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു, അല്ലെങ്കിൽ ശുശ്രൂഷിച്ചിരുന്നു. ആ രണ്ട് കാര്യങ്ങൾ മത്തായിയും ലൂക്കോസും എഴുതിയിട്ടില്ല. എന്നാൽ മർക്കോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം, അങ്ങനെ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചതിനാലായിരിക്കാം പിശാച് യേശുവിനോട് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, പിന്നെ പിശാച് വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി അവനോട്, നീ ദൈവത്തിനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ല് തട്ടിപ്പോകാതോണം നിന്നെ കൈകളിൽ കാത്തുകൊള്ളും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ പരീക്ഷ. പിന്നെ പിശാച് ഏറ്റവും വലിയ ഒരു മലമേൽ, അത് ഒലിവുമലയാകാനാണ് സാധ്യത. ഓക്കെ, 818 മുതൽ 826 മീറ്റർ വരെ ഉള്ള ഉയരമുള്ളതായ ഒരു മലയാണ് ഈ ഒലിവുമല എന്ന് പറയുന്നത്. അവിടെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോകത്തുള്ള സകല രാജ്യം എന്നാകണമെന്ന് അർത്ഥമില്ല. അവിടെ നിന്ന് കാണാവുന്ന സകല സ്ഥലങ്ങളെയും കാണിച്ചെന്നാ പറഞ്ഞേക്കുന്നത്. ചില വിദഗ്ധന്മാരുണ്ട്, അവർ വലിയ ഈ വേണ്ടാത്ത കാര്യങ്ങൾക്ക് അവർ വേണ്ടാത്ത കുരുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന, അവിടെ നിന്നുകൊണ്ട് എങ്ങനെ ഭൂലോകത്തുള്ള സകല രാജ്യങ്ങൾ കാണുന്ന, അങ്ങനെ അർത്ഥമാകുന്നില്ല. അവിടെ നിന്ന് കാണാകുന്ന സകല രാജ്യങ്ങളെയും കാണിച്ചു എന്ന് മാത്രമേ അർത്ഥമാകുന്നുള്ളൂ. അവയുടെ മഹത്വങ്ങളെയും കാണിച്ചു, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട്, യേശുവിനോട് പറഞ്ഞു. ഓക്കെ, ഇത് പറയുന്ന വേളയിൽ യേശുവിൻ്റെ മറുപടി, യേശു അവനോട് നിനക്ക് എവിടുന്ന അവകാശം, ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല. കാരണം അവൻ്റെ ഒരു പരിധി വരെ അവൻ്റെ കൺട്രോളിലാണ് ആ ഭൂമിയിലുള്ളതായ സകല രാജ്യങ്ങളും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവ സിംഹാസനത്തിലാണെങ്കിലും അവൻ്റെ ആത്മീയ തലത്തിൽ അവനൊരു കൺട്രോൾ അതിന്മേലുണ്ട്. അതിനെ മാറ്റുവാൻ അധികാരമുള്ളതായ യേശു അത് ലീഗലായിട്ട് കീഴ്പ്പെടുത്തിയത് കാൽവറി ക്രൂശിലെ തൻ്റെ മരണത്താലാണ്. മരണത്താൽ അവനെ തോൽപ്പിച്ച് അവൻ്റെ അധികാരത്തിൽ നിന്ന് കർത്താവ് സകല അധികാരവും മാറ്റി അവിടെ സ്വർഗത്തിലേക്ക് കടന്നു പോയതിന് ശേഷം പറയുന്നു, സകല അധികാരവും സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് വളരെ അർത്ഥവത്തായൊരു ഭാഗമാണ്. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ആ മാത്രമേ എന്നുള്ളതായ ഭാഗം വളരെ പ്രസക്തമാണ്. അപ്പൊ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ കൂടെ ആരാധിക്കുന്നതല്ല, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. നമ്മൾ കർത്താവുമായിട്ട് ബന്ധത്തിൽ വരുന്ന വേളയിൽ മറ്റുള്ള എല്ലാ ബന്ധനങ്ങളെയും എല്ലാം പരിത്യജിച്ചതിന് ശേഷം ഈ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതായ സംഗതി, അത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പിശാചിന്റെ ഫിലോസഫി, ലോകത്തിലുള്ള ആളുകൾ എല്ലാ ദൈവങ്ങളും ഉണ്ട്, നിങ്ങൾ ചില ആൾക്കാർ അള്ളാ എന്ന് പറയുന്ന, ചില ആൾക്കാർ യേശു എന്ന് പറയും, ചില ആൾക്കാർ ഈശ്വരൻ എന്ന് പറയും, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അവനെ സംബന്ധിച്ചോളം ഇതെല്ലാം പിശാചിന്റെ ഫിലോസഫിയാണ്. ഏക സത്യദൈവമായ യേശുവിന്റെ പ്രാർത്ഥന യോഹന്നാൻ സുവിശേഷം 17:3 പറഞ്ഞത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ആ യേശുവിനെ വിശ്വസിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ നിത്യജീവൻ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം സാക്ഷാൽ ഏക സത്യ ദൈവമായ പിതാവായ ദൈവം, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം, അവൻ മാത്രമേ ഉള്ളൂ ദൈവം. അവൻ മാത്രം ദൈവമാകയാൽ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് പിശാചിനോട് കർത്താവ് പറയുന്നത്. ഓക്കെ, ഇവിടെ പിശാചിന്റെ കുതന്ത്രം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം കുറുക്കുവഴി ഉപയോഗിച്ച് യേശുവിന് വാഗ്ദത്തം ചെയ്യുകയാണ്. ഇത് പിശാച് പല സമയത്ത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ പരിപൂർണമായ വഴികൾക്ക് പകരമായുള്ള എല്ലാ കുറുക്കു വഴികളും പിശാചിൻ്റെതാണ്. മത്തായിയുടെ സുവിശേഷം 16 ഇതിനെ ഒന്നുകൂടെ സാധൂകരിക്കുവാൻ മത്തായിയുടെ സുവിശേഷം 16:21 മുതൽ 23 വരെ ഉള്ളതായ വാക്യങ്ങൾ വായിക്കാം. അന്നു മുതൽ യേശു മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരുടെ സഹിച്ചു. ഒരാൾ വായിച്ചാട്ട് എക്കോ ചെയ്യുന്നുണ്ട്. ഓക്കെ, വായിച്ചാട്ടെ.
അന്നു മുതൽ യേശു ആ താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ യേശു അത് മതി 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 മതി. അതിന് മുമ്പ് പത്രോസിന് ഒരു സ്വർഗീയമായൊരു വെളിപ്പാട് കിട്ടിയതായിട്ട് അവിടെ കാണുന്നുണ്ട്. അന്നേരം പറഞ്ഞു, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് വെളിപ്പെടുത്തിയതെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് അല്പം കൂടെ വെളിപ്പാടിൽ നിന്ന് വെളിവുകേടിലേക്ക് പോയി. ആ വെളിവുകേടിന്റെ ഭാഗമാണ് 21-ാം അധ്യായത്തിൽ വന്നിട്ട് യേശു പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും ചെയ്യേണ്ടത് അനിവാര്യമായിട്ട് സംഗതിയാണ്, ചെയ്യുക തന്നെ വേണമെന്നാണ് യേശു പറഞ്ഞത്. അത് ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. അപ്പം പത്രോസിന് വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം എടുത്തു ചാടുന്നൊരു വ്യക്തിയാണ്. അത് കേട്ടപ്പോൾ പത്രോസിന് തൻ്റെ അഭിപ്രായം ഒന്നും പറയാതിരിക്കാനോ യാതൊരു നിവൃത്തിയില്ല. അവിടെ വന്ന് അവനെ എല്ലാവരുടെയും മുന്നേ വെച്ച് കർത്താവിനെ ശാസിക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് മാറ്റി നിർത്തിയതിനു ശേഷം പറഞ്ഞു, അങ്ങനെ ഇതൊന്നും നിനക്ക് ചേർന്നതല്ല. നീ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ല ഭാവിയുള്ള വ്യക്തിയാണ്, ഇത് നിനക്ക് പറ്റുന്നതല്ല, നിനക്ക് അങ്ങനെ നിനക്ക് ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങിയെന്നാണ്. യേശുവിനെ പിടിച്ച്, തൻ്റെ ഗുരുവിനെ പിടിച്ച് ശാസിച്ചു തുടങ്ങിയെന്നാണ് പറഞ്ഞേക്കുന്നത്. പത്രോസിന്റെ ഗട്സ് നോക്കിക്കോണം. യേശു തിരിഞ്ഞിട്ട് പത്രോസിനോട് പറയുന്നു, പത്രോസെ, നിനക്ക് സാത്താനുണ്ടെന്നല്ല പറഞ്ഞേക്കുന്നത്, നിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താനാണ്. കാരണം ഈ സാത്താൻ എന്നെ പരീക്ഷിച്ചതായ സന്ദർഭത്തിൽ അവൻ അന്ന് പറഞ്ഞതാണ്, ഈ കുറുക്കുവഴി ഉപയോഗിച്ച് ഞാൻ നിനക്ക് രാജ്യമെല്ലാം തരാമെന്ന്. സാത്താൻ എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെ അത്ര കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പം ദൈവികമായൊരു കരുതലുണ്ട്, മാനുഷികമായൊരു കരുതലുണ്ട്. ദൈവികമായൊരു കരുതലുണ്ട്, പൈശാചികമായിട്ടുള്ള കരുതലുണ്ട്. നമ്മൾ മാനുഷികമായുള്ള ആളുകൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ദൈവികമായുള്ള കാര്യങ്ങൾ ചിന്തിക്കും. മനുഷ്യരായുള്ള നാം പിശാചിൻ്റെതായുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പൈശാചികമായത് ചിന്തിക്കും, പൈശാചികമായി പറയും. അതാണ് പത്രോസിന് പറ്റിയത്. ഓക്കെ, ആ സന്ദർഭം നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള ഭാഗമാണ്. അതിപ്പം വായിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന ഭാഗമാണ്. മർക്കോസ് 16-15. അതായത് സന്ദർഭം വിട്ട് നമ്മൾ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വ്യാഖ്യാനിക്കരുത്. വായിക്കുന്നത് തെറ്റാണ്, വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. ഓക്കെ, ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കുള്ള പ്രവേശനം തൻ്റെ ക്രൂശൻ മരണത്താൽ മാത്രമാണ് സാധ്യമാകുന്നത്. ലൂക്കോസ് 4:25-27 വരെ അവൻ അവരോട്, അയ്യോ, ഇതാരോട് പറയുന്നതാണ്? എമ്മൗസിലേക്ക് പോയത് ശിഷ്യന്മാരോട് പറയുന്നതാണ്. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത ബുദ്ധിഹീനരെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലോ. ക്രിസ്തു മഹത്വത്തിൽ പ്രവേശിക്കേണ്ടത് തൻ്റെ ക്രൂശൻ മരണത്താൽ, തൻ്റെ മരണത്താൽ ഉയർത്തെഴുന്നേൽപ്പിനാലാണ്. അത് വിട്ടുള്ളതായ ഒരു ഷോർട്ട് കട്ട് ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്നിട്ട് 27-ാമത്തെ വാക്യത്തിൽ, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതാണ് എക്സ്പൗണ്ടഡ് അല്ലെങ്കിൽ ഡിയർമേനിയോ എന്നുള്ളതായ മൂലഭാഷയുള്ളതായ പദപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കുക. അതിൻ്റെ ഒരു ഭാഗമാണിത്, ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിന് വേണമെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്, തൻ്റെ ആണിപ്പഴുതുള്ളതായ പാടുകളും മറ്റും തനിക്ക് അപ്പോഴും 2 കൈയിലുമുണ്ട്, ഇത് കണ്ടോ, ഞാൻ ആരാണെന്ന് അറിയാമോ എന്നുള്ളതല്ല. അപ്പം കർത്താവ് അവരെ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്ത് തിരുവചനത്തിലെയാണ്. മോശ തുടങ്ങി, അവിടെ ഒരു വലിയ ശക്തമായ ഒരു ബൈബിൾ ക്ലാസ് നടത്തുകയാണ്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും. ഇപ്പം മോശ തുടങ്ങി എന്ന് പറഞ്ഞാൽ, മോശ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങളാണ്. മോശ എഴുതിയതായ പഞ്ചഗ്രന്ഥങ്ങളും അവർ ആദ്യത്തെ മെയിൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം പ്രോഫറ്റ്സ് എന്നാണ്. ഓക്കെ, ആ മോശ തുടങ്ങി അപ്പം പഴയ നിയമത്തിലുള്ളതായ എല്ലാ പുസ്തകങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അതിലെല്ലാം യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പം നമ്മളുടെ പ്രസംഗത്തിലും നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്ന വേളയിലും ഏത് പുസ്തകത്തിൽ നിന്നും യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. ഓക്കെ, യേശു അതാണ് ചെയ്തത്. യേശുവിനെ കുറിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുക്കുക.
അതിന്റെ പരീക്ഷയുടെ സമാപ്തിയായിട്ട് ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് അവിടെ ലൂക്കോസ് 4:13 പറയുന്നുണ്ട്. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികഞ്ഞ ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. പിശാച് ഗുഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും വരത്തില്ല എന്നുള്ളതല്ല, പിന്നീട് അവൻ കൂടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവിടെ തിബരിയാസ് കടലിന് അക്കരെ പോയതായ സന്ദർഭത്തിൽ എന്തോ ഉദ്ദേശത്തിന് വേണ്ടിയാ പോയത്? അവിടെ ഒരു ലഗ്യോൻ ബാധിച്ചതായ ഒരു മനുഷ്യനെ അവിടെ ചെന്നിട്ട് കർത്താവിന്റെ വിടുതൽ അനുഭവിക്കുവാനാണ്. അപ്പം ഈ ലഗ്യോൻ ബാധിച്ചതായ പിശാചുകളല്ല, ഭൂതങ്ങൾ. ഈ ഭൂതങ്ങളും പിശാചുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പിശാച് എന്ന് പറയുന്നത് സാത്താൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി തന്നെയാണ്. ഇംഗ്ലീഷിലെ ഡെവിൾ എന്ന് പറയും. അത് ഡയാബലോസ് എന്നുള്ളതായ അതാണ് ഏറ്റവും പൈശാചികമായ വികൃതമായ എന്നുള്ള പദപ്രയോഗം എന്ന് വന്നത്. അതിലെല്ലാം ഒരാൾ തന്നെയാണ്. പിന്നീട് ഇതിന്റെ സബ് ഏജൻസ് ആണ് ഈ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലാതെ ആയിരക്കണക്കിനുള്ള പിശാചുകളില്ല, ആയിരക്കണക്കിനുള്ള ഭൂതങ്ങളുണ്ട്. ഓക്കെ, അതിന്റെ വിശദീകരണത്തിൽ നമ്മൾ പോകുന്നില്ല. അപ്പം പിശാച് സകല പരീക്ഷയും തികച്ച കുറെ കാലത്തേക്ക് വിട്ടുപോയി. യേശു ഇതിന്റെ രണ്ട് വശത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിശാച് പരീക്ഷ തികച്ചതിന് ശേഷം അവൻ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ, നേരത്തെ ആത്മാവ് അവനെ നടത്തി ഇവിടേക്ക് കടന്നു വന്നു, പിശാചിനെ ജയിച്ചു. ഇവിടെ യേശു ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലെങ്ങും പരന്നു. അവിടെയാണ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ അതിനുശേഷമാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പം പിശാചിനെ നമ്മൾ അതിജീവിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്താലാണ്. ദൈവത്തിന്റെ വചനത്താൽ നാം അവനോട് യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുപോ എന്നുള്ളതാണ്. ഭയം കൊണ്ടൊന്നും പിശാചിനെ വിട്ടുമാറാനൊക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യങ്ങളാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തോട് നാം അടുത്ത് ചെന്ന് കഴിഞ്ഞതിന് ശേഷം പിശാചിനോട് ചേർത്ത് നിൽക്കണം. അത് നമ്മുടെ ചെയ്യുന്ന കാര്യം. കർത്താവെ നീ തന്നെ ഇറങ്ങി വന്ന് പിശാചിനെ ചാടിക്കണം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്, ദൈവമക്കൾക്കുള്ളതായ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അതിനു മുമ്പ് നാം ദൈവത്തോട് അടുത്ത് ചെല്ലുകയും പിശാചിനോട് റെസിസ്റ്റ് ചെയ്യും. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയേക്കുമെന്നല്ല പറഞ്ഞേക്കുന്നത്, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നതായ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പിശാചിനോട് ചേർത്ത് നിന്നാൽ, പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ വിട്ടു പോയെങ്കിലേ ഒക്കത്തുള്ളൂ. കാരണം അവൻ നമ്മൾ ആരാണെന്നും നമ്മൾ ആരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിശാച് അതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല. ആത്മാവിനാൽ നിർബന്ധിതനായി കടന്നു വന്ന യേശു വചനത്തിന്റെ ശക്തിയാൽ പിശാചിനെ തോൽപ്പിച്ചതിനാൽ ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി ചെന്നു എന്ന് കാണുന്നുണ്ട്. അതിന്റെ കൺക്ലൂഷൻ നമുക്ക് പഠിക്കാവുന്ന ഒരു കൺക്ലൂഷനാണത്. നമ്മുടെ ജീവിതത്തിലും ആത്മനിയന്ത്രണത്താൽ ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ പിശാചിനെ ചെറുത്ത് നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ കടന്നു ചെന്ന് നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിയും. അത് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ സംഗതിയാണ്. അത് നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും പഴയ നിയമത്തിലേക്ക് വീണ്ടുപോവാണ്. ഉൽപ്പത്തി പുസ്തകം 14 മുതൽ 17 വരെയുള്ളതായ ഭാഗങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതായ സംഗതിയാണ്. ഹാബേലിനെ കൊല ചെയ്തതിനാൽ പിടിക്കപ്പെട്ട കായീൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇതാ നീ എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ അലയുന്നവനാകും, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഓക്കെ, അതിന്റെ 14-ാമത്തെ വാക്യത്തില് ഈ ആരെങ്കിലും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പറയാനൊക്കത്തുള്ളല്ലേ. യഹോവയായ ദൈവം എന്ന് പറഞ്ഞില്ല, നീ എന്തൊക്കെയായി പറയുന്നത്, ആരുടെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചില്ല. അത് ചോദിക്കാഞ്ഞതിന്റെ കാര്യം അവിടെ വേറെ ആൾക്കാരുണ്ടെന്നർത്ഥം. വേറെ ആൾക്കാരാരാ ഉള്ളത്? ആദാം ഹവ്വായി കൊണ്ട് കാണുമായിരിക്കും. പിന്നെ ഒരു അനിയനേ ഉള്ളൂ, ആളങ്ങ് അവൻ കൊല്ലുകയും ചെയ്തു.
പിന്നെ ആരാ അവനെ കൊല്ലുന്നത്? ഓക്കെ, ഇനി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അത് യോജിക്കണമെന്നോ നിർബന്ധമില്ല. ഞാനത് കറക്റ്റാണ് എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, ഉൽപ്പത്തി 1:28 വായിക്കുന്ന വേളയിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു. ഓക്കെ, ഉൽപ്പത്തി 1:28 ദൈവം അവരെ അനുഗ്രഹിച്ചു. അപ്പം ഉൽപ്പത്തി 1-ാമത്തെ അധ്യായം വായിക്കുന്ന സന്ദർഭത്തിൽ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം പിന്നീട് ഓരോരോ കൃത്യമായിട്ട് ഉള്ളതായ സൃഷ്ടിയുടെ ഭാഗത്തെക്കുറിച്ചാണ് പിന്നീട് കാണുന്നത്. മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി മൾട്ടിപ്ലൈ ചെയ്യണം, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും സകല ഭൂതല ജന്തുവിന്മേലും ജന്തു എന്നുള്ളത് ഞാനത് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റ് പറ്റിയതാ. ജന്തമല്ല, ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഓക്കെ, ഈ അടക്കുക വാഴുക എന്നത് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഉള്ള ഒരു ദൗത്യമാണ്. ഓക്കെ, ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വാഴുവാനും അടക്കുവാനുമുള്ളതായ അധികാരം രാജാധിരാജാവും സർവവല്ലഭനുമായ സ്വർഗത്തിലെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് ഡെപ്യൂട്ടേഷൻ എന്ന് പറയും, അധികാരം വേറെ. അതുകൊണ്ടാണ് ചില ആളുകളെ ഡെപ്യൂട്ടി എന്ന് പറയുന്നത്, പോലീസിന്റെ ഡെപ്യൂട്ടി. അതായത് മുകളിൽ നിന്ന് ഒരു അധികാരം വേറൊരു വ്യക്തി ഉപയോഗിക്കുവാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പദവിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം രാജാതിരാജാവായിട്ടിരുന്നിട്ട് ആദാമും ഹവ്വായും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഭൂമിയിൽ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി എന്ന് പറയുമ്പോൾ അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഫെർട്ടിലിറ്റി, സന്താന പുഷ്ടി ഉണ്ടാകുന്നതിന് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന സന്ദർഭം. അവരുടെ ജീവിതത്തിൽ പാപമില്ല, വേദനയില്ലാതെ പ്രസവിക്കാനായിട്ട് കഴിയും. ആ നിലയിൽ നിശ്ചയമായിട്ടും അവർക്ക് വേറെ മക്കൾ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. എവിടെ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചേക്കാം. ഈ കായനും ഹാബേനും പാപം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ മക്കളാണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. അത് വ്യക്തമാണ് വചനത്തിൽ. ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചേക്കാം. ആദം ഇതിന്റെ ഫെഡറൽ ഹെഡാണ്, മാനവരാശിയുടെ ഫെഡറൽ ഹെഡായതിനാൽ ആദാമും ഹവ്വായും പാപം ചെയ്ത മുഖാന്തരം സകല മാനവജാതിയും എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായിരുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് കാരണത്താലാണ്. അങ്ങനെയുള്ള ധാരാളമായുള്ള ആളുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു കായീൻ ഈ ഹാബേലിനെ കൊന്നതായ സന്ദർഭത്തിൽ. അതുമായിട്ടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന്. ഇനിയും ഇത് വട്ടാണ് എന്ന് നിങ്ങൾ തോന്നരുത്. ഇത് എഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗ്രി ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇത് ജോർജ് വർഗീസിന്റെ അഭിപ്രായമായിട്ട് എഴുതി മാറ്റിയാൽ മതി. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് ലോജിക്കലി മറ്റുള്ള ഭാഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ. ഓക്കെ, ഇതൊന്നും ഈ സ്റ്റേജ് അടിച്ചുവിട്ട് മറ്റുള്ളവരുടെ തല പോയിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇത് എൻ്റെ പഠനത്തിൽ ഞാൻ കണ്ടെത്തിയതായ കൺക്ലൂഷൻ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, 1 യോഹന്നാൻ 3:12 അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് കയീനെ കുറിച്ച്. കയീൻ തൻ്റെ അനുജനായ ഹാബേലിനെ കൊന്നത് പിശാചിന്റെ പ്രേരണയാലാണ് എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 3:12 കാണുന്നുണ്ട്. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നുപോലെ അല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതാകയാൽ. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് നോട്ട് ആസ് കെയിൻ ഹു വാസ് ഓഫ് ദ വിക്കറ്റ് വൺ. ആ ദ വിക്കറ്റ് വൺ എന്ന് പറയുന്നത് പിശാചിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ വിക്കറ്റ് വൺ. വിക്കറ്റ് വൺസ് ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മിസ്റ്റർ വിക്കറ്റ് വൺ, ദി വിക്കറ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് തന്നെയാണ്. അപ്പം കയീന് തൻ്റെ സഹോദരനെ കൊല ചെയ്തത് പിശാചിന്റെ പ്രേരണ അവിടെ ഉണ്ടായതാണ്. പിശാചിന്റെ പ്രേരണ മുഖാന്തരം ആദാമും ഹവ്വായും അവരെ കൊണ്ട് പാപം ചെയ്യിക്കുക മാത്രമല്ല, അത് മുഖാന്തരം അവർക്ക് തോട്ടത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം അവന്റെ പ്രവൃത്തി വീണ്ടും ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. ഈ കയീനെ കൊണ്ട് കൊലപാതകം ചെയ്യിച്ചു. എബ്രായർ 11:4 കാണുന്ന വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ളതായ യാഗം കമ്പയർ ചെയ്യുകയല്ല പറയുന്നത്.
കയീൻ ചെയ്ത വിശ്വാസത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവൻ തന്നിലുള്ളതായ ആദ്യഫലമെടുത്ത് കർത്താവിന് കൊടുത്താ പറഞ്ഞേക്കുന്നത്. അല്ലാതെ കയീന് പണ്ട് എന്നെ ചെറുപ്പകാലത്ത് സൺഡേ സ്കൂളിൽ ക്ലാസ് പഠിപ്പിച്ച സന്ദർഭത്തിൽ എനിക്ക് 4-5 വയസ്സ് പ്രായമുള്ളെങ്കിൽ എനിക്കറിയാം ഈ പറയുന്ന വിവരക്കേടാണെന്ന്. കയീന് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ കപ്പയും കാച്ചിലൊക്കെ കിളച്ച് അതെല്ലാം കൊണ്ടുവന്ന് ദൈവത്തിന് ഇതൊന്നും കപ്പയും കാച്ചിലൊന്നും ഇഷ്ടമല്ല. പിന്നെ നല്ല ആടിനെ കൊണ്ടുവന്ന് ഹാബേൽ കൊണ്ട് യാഗം അർപ്പിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടത്തരത്തിന്റെ വ്യാഖ്യാനമാണ്. അല്ലല്ല, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരുന്നത് ഹാബേൽ ആദ്യഫലം കൊണ്ടുവന്ന് യാഗം അർപ്പിച്ചു. അതാണ് അവന് ദൈവത്തിന് അത് പ്രസാദകരമായി എന്ന് കാണുന്നത്. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. കാരണം അവന്റെ യാഗത്താൽ ഹാബേൽ നീതീകരിക്കപ്പെട്ടവനായി ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഹാബേലിനെ മാത്രമല്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദകരമായി. അതുകൊണ്ട് ദൈവം അവന് സാക്ഷ്യം കൽപ്പിച്ചു. അങ്ങനെ മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിൽ ആ പട്ടിക അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം കയീനെ കുറിച്ച് പഴയ നിയമത്തിൽ കാണുന്നെങ്കിലും പുതിയ നിയമത്തിൽ വരുമ്പോൾ എബ്രായ ലേഖനം എഴുതിയ ആളും യോഹന്നാൻ അപ്പോസ്തലനും, അതായത് പൗലോസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എബ്രായ ലേഖനം എഴുതിയത്. അതുപോലെ അപ്പോസ്തലനായ യോഹന്നാനും അവിടെ എഴുതിയിട്ടുണ്ട് പിശാചിൽ നിന്ന് കൊണ്ടുവന്നതായ യാഗമാണ്. ആരുടെ? കയീന്റെ. ഹാബേലിന്റെ ദൈവത്തിന്റെ പ്രേരണയാൽ ചെയ്തിട്ടുള്ളതായ യാഗമാണ്. അതിന് സ്വീകാരമുണ്ടായി. ദൈവം വ്യവസ്ഥയിൽ പെടാത്തതായ കാര്യങ്ങളൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. യാഗം അർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായുള്ള വ്യവസ്ഥകളുണ്ട്. അത് പാലിച്ച വ്യക്തിയാണ് ഹാബേൽ. ഓക്കെ, ഈ ആരെങ്കിലും എന്ന് പറയുമ്പോൾ പിന്നെ ആരും കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് അവന് ഒരു അടയാളം കൊടുത്തു. അടയാളം എന്താണെന്ന് എനിക്കറിയത്തില്ല, അടയാളം എന്താണെന്ന് അവിടെ എഴുതിയിട്ടില്ല. അടയാളം എന്താണെന്ന് നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ പറയുന്നത് മേജറിങ് ഇൻ മൈനർ ആൻഡ് മൈനറിങ് ഇൻ മേജർ എന്ന്. വേണ്ടാത്ത കാര്യങ്ങൾക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കുക. അവിടെ എഴുതാത്തിടത്തോളം കാലം എനിക്കതിന് ഭാരമൊന്നുമില്ല. ഓക്കെ, ഈ അടയാളം എന്നത് എന്താണെന്ന് തിരുവചനം വ്യക്തമാക്കിയിട്ടില്ല. ഈ ആരെങ്കിലും എന്ന് പറഞ്ഞതിൽ നിന്നും വേറെ ഒരു വലിയ ജനക്കൂട്ടം ആ കാലയളവിൽ ഉണ്ടായിരുന്നുവെന്ന് വളരെ സ്പഷ്ടമാണ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ. പിന്നെ വേറൊരു അത്ഭുതകരമായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അനുജനെ നിർദ്ദയമായി വധിച്ചത് മാത്രമല്ല, അതിനുശേഷം ദൈവത്തിൻ്റെയൊക്കെ വളരെ ധിക്കാരമായിട്ട് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ സഹോദര സൂക്ഷിപ്പുകാരാണോ? ദൈവമാകപ്പാടെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിന്റെ അനുജനായ കയീൻ അടുത്ത് ചോദിച്ചിട്ട് സഹോദരൻ എവിടെയെന്ന് ചോദിച്ചു. ഒരു വളരെ തൻ്റെ ഇടമായിട്ട് അധികാരമായിട്ട് പറയുന്നത്. എന്നിട്ട് പോലും കൊലപാതകയായ കയീനോട് ദൈവം കരുണയോടെ ഇടപെട്ടു എന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായുള്ള സ്നേഹത്തിൻ്റെ ഒരു സംഗതിയാണ്. മനുഷ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാലും, മനുഷ്യൻ പാപം ചെയ്താൽ തന്നെയും നമ്മോട് കരുണയോടുകൂടി ഇറങ്ങി നമ്മളെ സ്നേഹിച്ച് നമ്മളെ സ്വന്തമാക്കി തീർക്കുവാനുള്ളതായ ദൈവത്തിൻ്റെ അഗാധമായുള്ള സ്നേഹം എത്ര അവർണ്ണനീയമാണ്. ഓക്കെ, അങ്ങനെ കയീൻ 16-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന്, അല്ലെങ്കിൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയെന്ന് കഴിഞ്ഞാൽ യഹോവയുടെ സന്നിധി വിട്ട് എങ്ങും പോകാനൊക്കത്തില്ല. യഹോവയുടെ സന്നിധിയിൽ നിന്നുള്ളത് നമ്മൾ വ്യാഖ്യാനം കൊടുക്കേണ്ടത് യഹോവയുടെ പ്രത്യക്ഷമായ അഥവാ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സന്നിധി പുറപ്പെട്ട് ഏതിന് കിഴക്ക് നോദ് ദേശത്ത് എന്ന് പാർത്തു. കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകന്റെ പേര് ഇട്ടു എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിന്, ഈ പട്ടണത്തിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ എന്തിനാ പട്ടണത്തിന് പേരിടേണ്ട കാര്യമില്ല. ആ പട്ടണത്തിൽ ധാരാളമായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ കാലയളവിലേക്ക് വളരെ മൾട്ടിറ്റ്യൂഡായിട്ടുള്ള ആളുകൾ, വളരെ ധാരാളമായിട്ടുള്ള ആളുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഓക്കെ, ഇതിനകത്ത് കയീന്റെ ഭാര്യ ആരാണിത് വലിയ ഫേമസ് ആയിട്ട് ചോദ്യമാണ്. അപ്പം ഭൂമിയിൽ ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ കയീന്റെ ഭാര്യ എടുക്കാനായിട്ട് യാതൊരു പ്രയാസമില്ല. ഈ ജനസമൂഹം ഇല്ല എങ്കിൽ പട്ടണം എന്ന് വിളിക്കുന്നത് എന്തിന്? ഇതിന് മറുപടി ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം വളരെ വ്യക്തമായിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, ഇനി നമ്മുടെ വേറൊരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം.
ഈ ബൈബിളിൽ എബ്രായ, ഗ്രീക്ക്, പഴയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. എക്സെപ്റ്റ് ചെറിയ ചില പാസേജുകൾ മാത്രം ദാനിയേൽ പ്രവചനത്തിൽ അർമൈക് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അല്ലാതെ ഒരു 99% ഭാഗങ്ങൾ പഴയ നിയമം എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. പുതിയ നിയമം മുഴുവൻ ഗ്രീക്ക് ഭാഷയിൽ. അങ്ങനെ പദങ്ങളുടെ ചില വ്യക്തമായുള്ള വ്യാഖ്യാനങ്ങൾ. എബ്രായർ 7:2-3 വാക്യങ്ങൾ, അബ്രഹാം അവന് സകലത്തിലും 10-1, അതായത് ദശാംശത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് പറയാനാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദശാംശം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എബ്രായർ 7:2. അബ്രഹാം അവന് എന്ന് പറഞ്ഞാൽ മൽക്കിസേദെക്കിന്റെ കാര്യമാണ്. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ് എന്നും പിന്നെ ശാലേം രാജാവ് അഥവാ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. ഓക്കെ, ഇവിടെ കാണുന്നത് മൽക്കീസേദെക്കിന് ഉള്ള പേരുകൾ, അവരുടെ നാമങ്ങൾ, അഥവാ നീതിയുടെ രാജാവ് യഹോവാത്സിക്കനു, അതാണ് നീതിയുടെ രാജാവ് എന്നുള്ള എബ്രായ ഭാഷ. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം താല്പര്യമില്ല. താല്പര്യമുള്ളവർക്ക്, കൗതുകമുള്ളവർക്ക് എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല. എഴുതാനായിട്ട് അല്പം സിക്കനു എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ അല്പം സൂക്ഷിച്ച് എഴുതിയില്ലെങ്കിൽ വേറെ വാക്കുകൾ വായിക്കുക. അതുകൊണ്ട് യഹോവ സിക്കനു എന്നും സമാധാനത്തിന്റെ രാജാവ്, അത് കുറച്ചുകൂടി ഈസിയാണ്, യഹോവ ഷാലോം എന്നും അർത്ഥമുണ്ട് എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പം പഴയ നിയമത്തിലുള്ളതായ ഭാഗം ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ എബ്രായ വിശ്വാസികൾക്ക് അവിടെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 3-ാമത്തെ വാക്യം ചില സഭകളിൽ ചില ആളുകൾക്ക് തെറ്റായിട്ടുള്ള വ്യാഖ്യാനം ചെയ്യുന്നതായ സംഗതിയുണ്ട്. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല, അവൻ ദൈവത്തിന് തുല്യനായി എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നു. ഒരു സഭ എനിക്ക് പ്രത്യേകിച്ച് അറിയാം. അവര് എന്ന് പറയുന്നത് എവിടുന്ന് കിട്ടുകയാണെന്ന് എനിക്കറിയത്തില്ല. മൽക്കിസേദെക്ക് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണെന്ന് അവർ പറയുന്നത്. ഇവിടെ പറയുന്നത് ദൈവപുത്രന് തുല്യനായിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അങ്ങനെ പരിശുദ്ധാത്മാവാകുന്നേ? ഈ മൽക്കിസേദെക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ടുള്ള ഒരു രാജാവാണ്. അന്ന് ഒരു മനുഷ്യനായിട്ടാണ് ഉള്ള രാജാവായിട്ടാണ്, മനുഷ്യനായിട്ടാണ് മൽക്കിസേദെക്ക് അബ്രഹാമിനെ എതിരേൽക്കുന്നത്. ഓക്കെ, അവിടെ ശാലേം രാജാവായ മൽക്കിസേദെക്കിന് മാതാപിതാക്കന്മാരെയോ വംശാവലിയെക്കുറിച്ചോ വചനത്തിൽ എഴുതിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ തനിക്ക് മാതാപിതാക്കന്മാരില്ലാതെ കൊണ്ട് ജനിച്ചതാണെന്ന് ഒന്നും അർത്ഥമാകുന്നില്ല. നമ്മൾ വേണ്ടാത്ത വ്യാഖ്യാനം. അവർ പിന്നെ മൽക്കിസേദെക്ക് എങ്ങനെ ജനിച്ചെന്നാണ് അവർ പറയുന്നത്. അല്ലാതെ തനിക്ക് മാതാപിതാക്കന്മാരേ ഇല്ല എന്ന് വ്യാഖ്യാനിക്കുന്ന അബദ്ധമാണ്. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വംശാവലിയുടെ പട്ടികയിൽ അനേകരുടെ അമ്മമാരുടെ പേര് പറഞ്ഞിട്ടില്ല, പിതാക്കന്മാരുടെ മാത്രം പേരുകൾ അവിടെ കാണുന്നു. അതുകൊണ്ട് അവരെല്ലാവരും അമ്മമാരില്ലാതെ ജനിച്ചെന്നാണ് വ്യാഖ്യാനിക്കാൻ നോക്കുമോ? നമ്മൾ ഇതുപോലെ ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകളുടെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്ന വേളയിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യുവാൻ തക്കമുള്ളതായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ വംശാവലിയിൽ ആരുടെയും ചില സഹോദരിമാരുടെ ചില സ്ത്രീകളുടെ പേര് മാത്രം പറയുന്നുണ്ട്. അത് വംശാവലിയെക്കുറിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ വളരെ രസകരമായ അനേക കാര്യങ്ങളുണ്ട്. അതല്ല നമ്മുടെ ചിന്താവിഷയം. ഞാൻ പറഞ്ഞ സംഗതി, വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്തതും ആയിട്ടുള്ള ചില ഭാഗങ്ങൾ വരുമ്പോൾ അതിനർത്ഥം കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഈ ഡിയർമെനിയോ എന്ന് പറഞ്ഞിരിക്കുന്ന, എന്തിനാണ് ഈ ഗ്രീക്ക് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഗ്രീക്കൊക്കെ മനസ്സിലാകുന്നതിന് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, ഞാൻ മലയാളം മാത്രമേ പറയത്തുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അവർ പിന്നെ ഈ റേഷൻ കാർഡ് എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ, റേഷൻ കാർഡ് മലയാളം വാക്യമാണ്. അപ്പോൾ അല്പം ഗ്രീക്കൊക്കെ അറിഞ്ഞിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അറിയാൻ വയ്യാത്ത ഗ്രീക്ക് പറയാൻ പോകരുതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഇറ്റ് മീൻസ് ടു ഇന്റർപ്രറ്റ് thoroughly ഓർ എക്സ്പ്ലെയിൻ, സവിസ്തരമായി വ്യാഖ്യാനിച്ച് അർത്ഥം വിശദീകരിക്കുക എന്നുള്ളതാണ് ആ ഡിയർമെനിയോ എന്നുള്ളതായ പദത്തിൻ്റെ അർത്ഥം. അത് ഉപയോഗിച്ചിരിക്കുന്നത്
ലൂക്ക് 24:27 ലൂക്കോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നുള്ള എല്ലാ തിരുവഴുത്തുകളും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനിച്ചു എന്നുള്ള പദപ്രയോഗത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്, മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഡിയർമെനിയോ എന്നുള്ളതായ പദപ്രയോഗം. ഓക്കെ, യേശു തന്നെ അവിടെ വെളിപ്പെടുത്തിയെന്നാണ് അവിടെ ശരിയായ തിരുവചനത്തിൽ അവിടെ വ്യാഖ്യാനിച്ചത്. അതിന്റെ 32ാമത്തെ വാക്യത്തിൽ അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ യേശു സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കാനുള്ളതിന്റെ പ്രധാനപ്പെട്ട സംഗതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിലും ചില ദൈവത്തിന്റെ വചനം കേൾക്കുന്ന വേളയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ആ ഒരു കത്തൽ, ഒരു ബേണിംഗ് ഉണ്ടാകേണ്ട ആവശ്യമാണ്. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കയിൽ അവൻ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. കുറച്ചുകൂടെ പുതിയ ഭാഷയിൽ, നല്ല ഭാഷയിൽ ആണെങ്കിൽ, വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു പറഞ്ഞു. അത് മറ്റതിന് കുഴപ്പമൊന്നുമില്ല. ഈ അറിയായി വന്നതും എന്നും മറ്റും പഴയ മലയാളമാണ്. അത് ഞാൻ ഇച്ചിരി പുതിയ ഭാഷയിലേക്ക് ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. വേറൊരു ഉദാഹരണം കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 9:36 യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്ന് പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തിയും ദാനധർമ്മങ്ങളും ചെയ്ത് പോരുന്നവളായിരുന്നു. അവിടെ പേടമാൻ എന്നുള്ള വാക്കിന് അതിന്റെ ഗ്രീക്കാണ് ഡോർക്കസ്, ഓക്കെ, എന്നർത്ഥമുള്ള തബീഥ, അമേരിക്കക്കാര് ടാബിഥ എന്ന് പറയും, മലയാളത്തില് താബിഥ, ഏതായാലും കുഴപ്പമില്ല, എന്ന് പേരുള്ള ശേഷിയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുന്ന വേളയിൽ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം വ്യക്തമായിട്ട് വായനക്കാർക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഇതിൻ്റെ വിസ്താരം, എന്ന അർത്ഥമുള്ള എന്ന് മറ്റും ചേർന്നത്. യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്ന വേളയിൽ ഇതുപോലുള്ളതായ പദപ്രയോഗങ്ങൾ വളരെ അധികമായിട്ടുണ്ട്. ഇവിടെ ലൂക്കോസും ഇവിടെ ചുരുങ്ങിയ ഭാഗങ്ങളിൽ അവിടെ ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. യേശു യഹൂദന്മാരായുള്ള ഭക്തന്മാരായുള്ള ആളുകളോട് പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഞാൻ ഈ ചുമന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വാക്കുകൾ ഞാൻ ചുമന്നതായി കഴിഞ്ഞാൽ വായിക്കാനായിട്ട് പ്രയാസം, അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചുമന്നാക്കിയത്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാകുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കൈനെ കൊണ്ട് പാപം ചെയ്യിച്ച് ഹാബേലിനെ കൊലപാതകം ചെയ്യിച്ചത് പിശാചാണെന്ന്. അത് യേശു ഇവിടെ സ്ഥാപിക്കുകയാണ്. അവൻ ആദ്യം മുതൽ വ്യാജം പറയുക മാത്രമല്ല, അവൻ കൊലപാതകനായിരുന്നു. ഓക്കെ, അപ്പം ഈ കായിനെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിക്കുന്ന വ്യക്തിയും കൊലപാതകൻ എന്നാണ് യേശു പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞത്. ഓക്കെ, സത്യവചനത്തെ പൈശാചിക വ്യാഖ്യാനത്താൽ വളച്ചൊടിച്ചാൽ അത് പോഷ്കായത്തിൽ ഇപ്പൊ വായിച്ച ഭാഗമാണ്, വീണ്ടും നമ്മൾ വായിക്കുന്നില്ല. സദൃശ്യവാക്യം 35-6 വാക്യങ്ങൾ. ഓക്കെ, യേശു സ്വയമായി, ഇവിടെ വേറൊരു ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യേശു സ്വയമായി താൻ ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുന്നു. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല താൻ ദൈവമാണെന്ന്. വേദപുസ്തകം വായിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വിശേഷിച്ച് യോഹന്നാന്റെ സുവിശേഷം വായിക്കാത്തതുകൊണ്ടാണ്. യേശു അവരോട്, യഹൂദന്മാരായിട്ടുള്ള യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കഥാപാത്രങ്ങൾ തന്നെയാണ് ഉള്ളത്. യഹൂദന്മാരായിട്ടുള്ള ആളുകളുടെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അത് അത്ര ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല. ഓക്കെ, അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. എന്തിനാ അവരെ യേശു ഇത്രയും പറഞ്ഞതിന് വേണ്ടി അവരെ കല്ലെറിയാനായിട്ട് ശ്രമിച്ചത്?
യഹൂദന്മാർക്ക് ഇത് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ടതായ ഭാഗമാണ്. ഏതെങ്കിലും വ്യക്തി ദൈവദൂഷണം പറഞ്ഞാൽ, അതായത് തന്നെ തന്നെ ഉയർത്തി ദൈവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ദൈവദൂഷണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി താൻ ദൈവമാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനാണ് ദൈവദൂഷണം, ബ്ലാസ്ഫിമി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ന്യായപ്രമാണ പഴയ നിയമത്തിലെ വ്യവസ്ഥ. അത് വെച്ചാണ് അവർ കല്ലെടുത്തത്. യേശുവോ മറിഞ്ഞ് ദേവാലയം വിട്ടുപോയി. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്, യേശു യഹൂദന്മാരാൽ കല്ലെറിയപ്പെട്ട് കൊല്ലാനുള്ളവനല്ല. യേശു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ അങ്ങനെ മരത്തിന്മേൽ തൂങ്ങി, അഥവാ ക്രൂസിന്മേൽ മരിക്കേണ്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അതിന് യേശു അനുവദിക്കാത്ത കാരണത്താലാണ്. ഓക്കെ, 58-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വ്യാകരണ നിയമപ്രകാരം ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടെന്നല്ല, ഞാൻ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഒന്നുകൂടെ പറയാം, വ്യാകരണ നിയമപ്രകാരം ശരിയായിട്ട് അത് പറഞ്ഞായിരുന്നുവെങ്കിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട്, അഥവാ അയാം. ഈ അയാം എന്ന് പറഞ്ഞ പ്രസ്താവന ഇസ്രായേൽ മക്കൾ, മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായ പേരാണ് അയാം. അത് യഹോവയായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. അത് പറഞ്ഞപ്പോഴാണ് അവർക്ക് ബോധമുണ്ടായത്, യവന് പഴയ നിയമത്തിലെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതായ അയാം ഹു അയാം എന്ന് പറഞ്ഞ ആ ദൈവമാണ് എന്നാണ് ഈ യേശു ക്ലെയിം ചെയ്യുന്നത് എന്ന് അവർക്ക് ബോധമുണ്ടായി. അതുകൊണ്ടാണ് ഉടനെ തന്നെ അവനെ കല്ലെറിയാൻ തുടങ്ങിയത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന വേളയിൽ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സാധിക്കേണ്ടത് യേശു ആരാണെന്നും യേശുവിനെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും പൂർണ്ണമായി ഗൗരവമായി നമ്മുടെ ഹൃദയത്തിൽ പതിയുകയും അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പാസ്റ്റർ ലാലു, നിങ്ങൾക്ക് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ലാലു പാസ്റ്ററിനോ അല്ലെങ്കിൽ എനിക്കോ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അറിയാവുന്ന പറയും, അറിയാൻ വയ്യാത്തതാണെങ്കിൽ അറിയാൻ വയ്യാന്ന് പറയും. അറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്താണെന്ന് വിശദീകരിച്ച് തരാം, അറിയാൻ വയ്യാമെങ്കിൽ എനിക്കറിയത്തില്ലെന്ന് പറയും. അതാണ് എൻ്റെ സ്വഭാവം. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക സ്നേഹവന്ദനങ്ങൾ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താവ് സഹായിച്ചാൽ ഈ മാസം കൊണ്ട് നമ്മുടെ ഈ സെമിസ്റ്റർ തീരുകയാണ്. ഏപ്രിൽ 25-ാം തീയതി നമ്മുടെ ഗ്രാജുവേഷൻ സർവീസ് നടത്തപ്പെടും. നിങ്ങൾ ആ ഫോം ഒക്കെ ഫില്ല് ചെയ്യുക. രജിസ്ട്രേഷൻ ഫോം അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ, ആ പേര് വെച്ച് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അവിടെ വരുന്നവർക്ക് അവിടെ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ്. എല്ലാ സഹകരണത്തിനും നന്ദി. ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾ കാണിച്ച എല്ലാ ഉത്സാഹത്തിനും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് അവസാനമായി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗ്ഗസ്നേഹയുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവേ വേണ്ടി സമയത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കൃപയും ഗണ്യമാദയമുള്ള കർത്താവേ, വചനം കർത്താവ് വ്യാഖ്യാനം ചെയ്യാൻ തക്കൊണ്ട് കർത്താവ് ദേവദാസന കർത്താവ് സ്വർഗം കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അത് കർത്താവ് ഗ്രഹിക്കാൻ തക്കൊണ്ട് കർത്താവെ അവിടുത്തെ ജ്ഞാനം ബുദ്ധി ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ 6 മാസം കർത്താവ് സ്തോത്രം അവിടുന്ന് കർത്താവ് പല വിഷയങ്ങൾ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെയും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കർത്താവ് സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവ് ദേവദാസന കരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞാൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. അനേകർക്ക് കർത്താവ് സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് അനേകർക്ക് നന്മയ്ക്ക് അനുഗ്രഹത്തിനായി തീരുവാൻ തക്കവണ്ണം ദേവദാസന കർത്താവ് അനുഗ്രഹിക്കണം. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മാനിക്കണം. ആയിരിക്കുന്ന കർത്താവ് കുടുംബമായിട്ട് അനുഗ്രഹിക്കണം, മാനിക്കണം. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് മറ്റ് ദേവദാസന്മാരൊക്കെ കർത്താവ് സ്തോത്രം, മറ്റ് ടീച്ചേഴ്സിനൊക്കെ കർത്താവിന്റെ കരലോർത്ത് പ്രാർത്ഥിക്കുന്നു. സകല സ്വർഗീയ നന്മകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്തോത്രം. ഹല്ലേലൂയ. ഷാജി പാസ്റ്റിനായിട്ട് പ്രാർത്ഥിക്കുന്നു, ലാലു പാസ്റ്റിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദേവദാസന്മാരെ കർത്താവ് ഒരിക്കൽ കൂടി കർത്താവിന്റെ പാദപ്പെടുത്തു
സമച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം അനുഗ്രഹിച്ച് മാനിച്ച് കർത്താവ് സ്തോത്രം ഹാലിൽ അവിടുത്തെ മഹത്വത്തിനായി തീരാത്തക്കൊണ്ട് കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയ്ക്കായി സ്വന്തം മഹത്വം സ്വർഗത്തിൽ അപ്പിനെടുക്കണം. സർവശക്തനായ കർത്താവ് യേശുവിന്റെ വലിയ നാമത്തിൽ അപ്പാ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയന്ന എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് മാത്യു പി തോമസ് തിയോളജി എടുക്കുന്നതാണ്. എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.